ഹായ് എവരിവൺ, നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ വർഷം 2023 ജൂണിൽ നടന്നിട്ടുണ്ടായിരുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് നമ്മുടെ PSC സൈറ്റിൽ ലഭ്യമാണ് കേട്ടോ. ഫെബ്രുവരി 20-ാം തീയതി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. 9 വേക്കൻസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിനകത്ത് 32 ആൾക്കാരാണ് ഉള്ളത്. 32 ആൾക്കാരാണ് മെയിൻ ലിസ്റ്റിനകത്ത് ഉള്ളത്. പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കട്ട് ഓഫ് എത്രയായിരുന്നു എന്ന് വെച്ചാൽ 80 മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സാമിന്, ഇനി അടുത്ത എക്സാമിന് 80ൻ്റെ മേലെ സ്കോർ ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ആയിരിക്കണം നമ്മൾ നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കടക്കാം, സമയം കളയുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സർക്കംകോർണിയൽ കൺജഷൻ ഓഫ് ഐബോൾ ഈസ് ഡ്യൂ ടു ഡൈലേഷൻ ഓഫ് എന്തൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്? ആൻറ്റീരിയർ കൺജക്റ്റൈവൽ വെസൽസ് ഉണ്ട്, അതുപോലെ തന്നെ പോസ്റ്റീരിയർ കൺജക്റ്റൈവൽ വെസൽസ് ഉണ്ട്, ആൻറ്റീരിയർ സിലിയറി വെസൽസ് ഉണ്ട്, പോസ്റ്റീരിയർ സിലിയറി വെസൽസ് ഉണ്ട്. ഇവിടെ കറക്റ്റ് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ആൻറ്റീരിയർ സിലിയറി വെസൽസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ കോർണിയൽ എപ്പിത്തീലിയം ഈസ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് ആണ്. ഓക്കെ, സിമ്പിൾ ക്യൂബോയിഡിൽ സിമ്പിൾ കോളംനാർ ഒക്കെ ഉണ്ട് ഓപ്ഷനകത്ത്. കറക്റ്റ് ഓപ്ഷൻ വരുന്നുള്ളത് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് ആണ്. നോർമൽ, തേർഡ് ക്വസ്റ്റ്യൻ, നോർമൽ എൻഡോത്തീലിയൽ കൗണ്ട് ഓഫ് ദ കോർണിയ. എന്താണ് നോർമൽ എൻഡോത്തീലിയൽ കൗണ്ട് ഓഫ് ദ കോർണിയ? എത്രയാണ്? ഓപ്ഷൻ ബി 2500 സെൽസ് പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. എത്രയാണ്? 2500 സെൽസ് പെർ മില്ലിമീറ്റർ സ്ക്വയർ. നോർമൽ എൻഡോത്തീലിയൽ കൗണ്ട് ഓഫ് ദ കോർണിയ ആണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. നോർമൽ ഡെപ്ത് ഓഫ് ദ മിഡിൽ പാർട്ട് ഓഫ് ദ ആൻറ്റീരിയർ ചേംബർ ഈസ്. എന്താണ് നോർമൽ ഡെപ്ത് ഓഫ് ദി മിഡിൽ പാർട്ട് ഓഫ് ദി ആൻറ്റീരിയർ ചേംബർ ഈസ്? എത്രയാണ് വരുന്നുള്ളത്? 0.5, 1, 2.5, 5 മില്ലിമീറ്റർ ആണ് ഓപ്ഷനിലുള്ളത്. നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എത്രയാണ്? 2.5 മില്ലിമീറ്റർ ആണ്, ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. കോർണിയൽ എപ്പിത്തീലിയം ഡെവലപ്സ് ഫ്രം. കോർണിയൽ എപ്പിത്തീലിയം ഡെവലപ്സ് ഫ്രം ഓപ്ഷൻ എ സർഫസ് എക്ടോഡേം. സർഫസ് എക്ടോഡേം ആണ് കറക്റ്റായിട്ട് വരുന്നുള്ളത്. 6. വിച്ച് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ഐറിസ്. ഐറിസിനെ കുറിച്ച് പറയുമ്പോൾ ഏതാണ് ശരിയല്ലാത്തത്? നോട്ട് ട്രൂ ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കണ്ടേ? ദ ഐറിസ് ഈസ് ദ തിന്നസ്റ്റ് അറ്റ് ഇറ്റ്സ് അറ്റാച്ച്മെൻറ്റ് ടു ദ സിലിയറി ബോഡി. നോട്ട് ട്രൂ ആണ് ചോദിച്ചിട്ടുള്ളത്, ഇത് ട്രൂ ആണ്. ദ സ്ട്രോമ ഈസ് കവേർഡ് ഓൺ ഇറ്റ്സ് പോസ്റ്റീരിയർ സർഫസ് ബൈ 2 layers ഓഫ് എപ്പിത്തീലിയം. ഓപ്ഷൻ സി dilator pupillae is arranged radially near the root of the iris. Then option D, sphincter pupillae is supplied by the sympathetic nervous system. അപ്പോൾ ഇവിടെ നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ ഏതാണ് ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. സെൻസറി സപ്ലൈ ഓഫ് ഐറിസ് ഈസ്. ഏതാണ് സെൻസറി സപ്ലൈ ഓഫ് ഐറിസ് ഈസ്? ഓപ്ഷൻ ഡി 5th ക്രേനിയൽ നെർവ് ആണ്. അപ്പോൾ ക്രേനിയൽ നെർവ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും നമ്മൾ ക്രേനിയൽ നെർവിൻ്റെ 2 ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. ഇവിടെയും ക്രേനിയൽ നെർവ് കാണുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 8 പോവാണ്. വിച്ച് ഈസ് ദ വാസ്കുലർ കോട്ട് ഓഫ് ദി ഐബോൾ? വിച്ച് ഈസ് ദി വാസ്കുലർ കോട്ട് ഓഫ് ദി ഐബോൾ? ഏതാണ്? ഓപ്ഷൻ ബി കൊറോയിഡ് ആണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദ വീക്കസ്റ്റ് വാൾ ഓഫ് ദ ഓർബിറ്റ് ഈസ്. ഏതാണ്? നമ്മുടെ ഓർബിറ്റിൻ്റെ വാളിൽ ഏതാണ് ഏറ്റവും വീക്കസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. മീഡിയൽ വാളാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് 10. ഓൾ ആർ ഫിലമെൻറ്റസ് ഫംഗൈ എക്സെപ്റ്റ്. ദ ഫംഗസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ആർ ഫിലമെൻറ്റസ് ഫംഗൈ എക്സെപ്റ്റ് മൈക്രോബയോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കാൻഡിഡ ആണ് ഇവിടെ കറക്റ്റ് വരുന്നുള്ളത്. ബാക്കി ആസ്പെർജിലസ് ആയാലും പെനിസീലിയം ആയാലും ഫിസേരിയം ആയാലും എന്താണ്? ഫിലമെൻറ്റസ് ആണ്. അപ്പോൾ എക്സെപ്റ്റ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കാൻഡിഡ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് വരുന്നുള്ളത്. 11th. ദ ബൈപോളാർ സെൽസ് ആർ സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ലെയർ ഓഫ് ദ റെറ്റിന. എന്താണ്? ബൈപോളാർ സെൽസ് ആർ സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ലെയർ ഓഫ് ദി റെറ്റിന? ഇന്നർ ന്യൂക്ലിയർ ലെയറിലാണ്. എവിടെയാണ്? ഇന്നർ ന്യൂക്ലിയർ ലെയർ. ക്വസ്റ്റ്യൻ നമ്പർ 12. ദ പോസ്റ്റീരിയർ എൻഡ് ഓഫ് വിച്ച് മസിൽ ഇൻസേർഷൻ ഓൾമോസ്റ്റ് ഓവർലൈസ് ദ മാക്യുല. ദ പോസ്റ്റീരിയർ എൻഡ് ഓഫ് വിച്ച് മസിൽ ഇൻസേർഷൻ ഓൾമോസ്റ്റ് ഓവർലൈസ് ദി മാക്യുല? ഇവിടെ ഏതാണ്? സുപ്പീരിയർ ഒബ്ലിക് മസിൽ ഉണ്ട്, ഇൻഫീരിയർ ഒബ്ലിക് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഏതാണ്? ഇൻഫീരിയർ ഒബ്ലിക് മസിലാണ്. അപ്പോൾ 12th ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ലാറ്ററൽ പാർട്ട് ഓഫ് സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷർ transmits the following structures except.
എക്സെപ്റ്റ് ആണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏതാണ്? ഒക്കുലോമോട്ടർ ഉണ്ട്, ലാക്രിമൽ നെർവ് ഉണ്ട്, ഫ്രണ്ടൽ ടോക്ലിയർ. കറക്റ്റ് ഏതാണ് വരുന്നുള്ളത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നുള്ളത്. സോറി, ഓപ്ഷൻ എ ആണല്ലേ. ഒക്കുലോമോട്ടർ നെർവ് ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുള്ളത്. ദെൻ 14-ാമത്തെയാണ് ആക്ഷൻ ഓഫ് സുപ്പീരിയർ റെക്ടസ് ഈസ്. ആക്ഷൻ ഓഫ് സുപ്പീരിയർ റെക്ടസ് ഈസ് എലവേഷൻ, അഡക്ഷൻ, ഇൻടോർഷൻ. സോ ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. Which gland is situated in the tarsal plate? Which gland is situated in the tarsal plate? അപ്പോൾ ഏതാണ് ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നുള്ളത്? ഓപ്ഷൻ ഡി, മെയ്ബോമിയൻ ഗ്ലാൻഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 16th question. All of the following muscles have 2 arteries to supply except. എക്സെപ്റ്റ് ആണ് അധിക ക്വസ്റ്റ്യൻസിലും കാണപ്പെടുന്നുള്ളത് അല്ലേ. സോ ഓൾ ഓഫ് ദ ഫോളോയിങ് മസിൽസ് ഹാവ് 2 arteries. അപ്പോൾ ഏതിനാണ് 2 arteries ഇല്ലാത്തത്? ഇവിടെ ലാറ്ററൽ റെക്ടസിനാണ് 2 arteries ഇല്ലാത്തത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓൾ ഓഫ് ദ ഫോളോയിങ് മസിൽസ് ഹാവ് 2 arteries to supply except lateral rectus ആണ്. ബി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 17th question ആണ്. നോർമൽ ഫ്ലോറ ഓഫ് ദി conjunctival sac consists of. Normal flora of the conjunctival sac consists of staphy epidermis, diphtheroids, Neisseria cataralis. ഇവിടെ കറക്റ്റ് എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. നോർമൽ ഫ്ലോറയാണ്, അപ്പോൾ ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടെ കറക്റ്റ് വരുന്നുള്ളത്. ദെൻ 18th question. Extended wear contact lens wearers are prone for corneal infection caused by. മൈക്രോബയോളജി എന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുള്ളത്. അതിനർത്ഥം എന്താണ്? മൈക്രോബയോളജിയും ഇമ്പോർട്ടൻ്റ് ആണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അധികം നമ്മുടെ ഒപ്റ്റോമെട്രിസ്റ്റുകാരൊന്നും മൈക്രോബയോളജി പഠിക്കുന്നത് കുറവാണ്, അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അതായത് ഇൻട്രസ്റ്റ് കുറവായിരിക്കും. എന്നാലും നോക്കി നോക്കണേ. എക്സ്റ്റെൻഡഡ് വിയർ കോൺടാക്ട് ലെൻസ് വിയറേഴ്സ് ആർ പ്രോൺ ഫോർ കോർണിയൽ ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ. ഏതാണ് ഇവിടെ കറക്റ്റ് എന്നുള്ളത്? നൊക്കാഡിയ, ആസ്പെർജില്ലസ്, അക്കാന്തമീബ, ഹീമോഫിലസ്. ഇവിടെ നമുക്ക് കറക്റ്റ് വരുന്നുള്ളത് ഞാനിപ്പോൾ വായിച്ച ഓപ്ഷൻ സി, അക്കാന്തമീബയാണ് കേട്ടോ. നെക്സ്റ്റ് 19. യോക്ക് മസിൽ ഓഫ് സുപ്പീരിയർ റെക്ടസ് ഈസ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. യോക്ക് മസിൽ ഓഫ് സുപ്പീരിയർ റെക്ടസ് ഈസ് ഏതാണ്? ഇൻഫീരിയർ ഒബ്ലിക് ആണ്. നെക്സ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർണിയ ഈസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1.376 ആണ്. 1.376 ആണ്. നെക്സ്റ്റ് എ കോൺവെക്സ് ലെൻസ് ഓഫ് +2 diopters ഹാസ് എ ഫോക്കൽ ഡിസ്റ്റൻസ് ഓഫ്. ഫോക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് തന്നിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് വരിക 0.5 മീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇൻ ജാക്സൺസ് ക്രോസ് സിലിണ്ടർ ദ കോമ്പിനേഷൻ ഈസ്. ഇൻ ജാക്സൺസ് ക്രോസ് സിലിണ്ടർ ദ കോമ്പിനേഷൻ ഈസ് spherical component is half the strength and opposite power of the cylinder. ഏതാണ് കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ എ ആണ്. spherical component is half the strength and opposite power of the cylinder. അപ്പോൾ ഓപ്ഷൻ എ ആണ് 22nd ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് വരുന്നുള്ളത്. നെക്സ്റ്റ് 23. scissor shadow is seen in. scissor shadow is seen in 23rd ക്വസ്റ്റ്യൻ ആണ്. corneal scarring, keratoconus, irregular astigmatism. all of the above ആണ് കറക്റ്റ് വരുന്നുള്ളത്. 24. light rays passing through a prism are deviated towards apex, towards base, through the base, none of the above. അപ്പോൾ ഏതാണ്? light rays passing the prism are deviated towards the base ആണ്. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ പ്രിസത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടതാണ്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലെൻസ് ന്യൂക്ലിയസ് ഈസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലെൻസ് ന്യൂക്ലിയസ് ഈസ് 1.41 ആണ്. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതേതാണ്? ലെൻസ് ന്യൂക്ലിയസിൻ്റെ ആണ്. എത്രയാണ്? 1.41 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. ദ മാക്സിമം ലിമിറ്റ് ഓഫ് ഡിഫറൻസ് ഇൻ ഇമേജ് സൈസ് ബിറ്റ്വീൻ ദ 2 eyes വിച്ച് ക്യാൻ ബി ടോളറേറ്റഡ് ഈസ്. എത്രയാണ്? 5% ആണ് കേട്ടോ. എത്രയാണ്? 5% ആണ്. മാക്സിമം ലിമിറ്റ് ഓഫ് ഡിഫറൻസ് ഇൻ ഇമേജ് സൈസ് ബിറ്റ്വീൻ ദ 2 eyes വിച്ച് ക്യാൻ ബി ടോളറേറ്റഡ് ഈസ് 5%. നെക്സ്റ്റ് 27th ക്വസ്റ്റ്യൻ ആണ്. ടുവേർഡ്സ് ദ പോയിന്റ് ഓഫ് റിവേഴ്സൽ ഇൻ റെറ്റിനോസ്കോപ്പി. Towards the point of reversal in retinoscopy, the nodal point of the observer tends to coincide with the far point of the subject. Option A ആണ് correct. എന്താണ്? The nodal point of the observer
tends to coincide with the far point of the object. 27A ആണ് കറക്റ്റ്. 28 സൈക്ലോപ്ലജിക്സ്. എന്താണ്? സൈക്ലോപ്ലജിക്സ് ദാറ്റ് ഇൻഹിബിറ്റ്സ് അക്കോമഡേഷൻ. സൈക്ലോപ്ലജിക്സ് എന്താ ചെയ്യുക? അക്കോമഡേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ 28 കംപ്ലീറ്റ് ആയി. 29th ആണ്. The angle of incidence for which the angle of refraction is 90 degrees called. എന്താണ്? The angle of incidence for which the angle of refraction is 90 degrees called critical angle. എന്താണ്? critical angle. 29B ആണ് critical angle. Question number 30. Which among the following is not a cycloplegic? അപ്പോൾ സൈക്ലോപ്ലജിക് വെച്ചാൽ നമ്മളിപ്പോൾ പഠിച്ചല്ലേ, അക്കോമഡേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു പറഞ്ഞു. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് among the following is not a cycloplegic ആണ്. ഇവിടെ ഫീനൈൽ എഫ്രിൻ ഒരു സൈക്ലോപ്ലജിക് അല്ല. ബാക്കി നമ്മുടെ ഹൊമാട്രോപ്പിനും സൈക്ലോപെൻറ്റോലേറ്റും അട്രോപ്പിനും ഒക്കെ എന്താണ്? ഒരു സൈക്ലോപ്ലജിക് ആണ്. ക്ലിയർ അല്ലേ? 31st ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. For every 1 millimeter change in the radius of curvature of cornea, the refraction changes by എത്രയാണ്? 6 diopter. അപ്പോൾ ഒരു മില്ലിമീറ്റർ ചേഞ്ച് ആണ് പറയുന്നത്. For every 1 millimeter change in the radius of the curvature of the cornea, the refraction changes by 6 diopter. C ആണ് കറക്റ്റ് വരുന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 32 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇമേജ് ഫോർമേഷൻ at different distances in the two principal meridians is called. എന്താണ്? ഇമേജ് ഫോർമേഷൻ അറ്റ് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസസ് ഇൻ ദ ടു പ്രിൻസിപ്പൽ മെറീഡിയൻസ് ഈസ് കോൾഡ്. എന്താണ്? അസ്റ്റിഗ്മാറ്റിസം ആണ്. ഓപ്ഷൻ സി അസ്റ്റിഗ്മാറ്റിസം ആണ്. പ്രസ്ബയോപ്പിയ ഉണ്ട്, എമെട്രോപ്പിയ ഉണ്ട്, മയോപ്പിയ ഉണ്ട്, അസ്റ്റിഗ്മാറ്റിസം ഉണ്ട്. ഇവിടെ കറക്റ്റ് എന്നുള്ളത് അസ്റ്റിഗ്മാറ്റിസം ആണ്. ഇനി 33 ഏതാണ്? ദ എമൗണ്ട് ഓഫ് ഹൈപ്പർമെട്രോപ്പിയ which may be overcome by accommodation is. The amount of hypermetropia which may be overcome by accommodation is facultative hypermetropia. ഏതാണ്? ഫാക്കൽറ്റേറ്റീവ് ഹൈപ്പർമെട്രോപ്പിയ. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതായിരുന്നു? ലാറ്റൻറ്റ് ഹൈപ്പർമെട്രോപ്പിയൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ വന്നിട്ടുള്ള ഏതാണ്? ഫാക്കൽറ്റേറ്റീവ് ഹൈപ്പർമെട്രോപ്പിയ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷനകത്തുള്ള എല്ലാം ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. മാനിഫെസ്റ്റ് ഹൈപ്പർമെട്രോപ്പി ഉണ്ട്, അതുകൂടി ഒന്ന് പഠിച്ചു വെക്കാം. അങ്ങനെ എല്ലാ ഓപ്ഷനിലുള്ള ടേംസും നിങ്ങൾ പഠിച്ചു വെക്കാൻ നോക്ക് കേട്ടോ. ഇനി 34th നമുക്ക് എന്തായാലും ക്ലാസ്സിൻ്റെ സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഇങ്ങനെ പറഞ്ഞു പോവാണ്. 34th ക്വസ്റ്റ്യൻ. സ്പെറിക്കൽ അബറേഷൻ ഈസ് എലിമിനേറ്റഡ് ഇൻ ഏതൊക്കെയാണ്? പെരിസ്കോപ്പിക് ലെൻസസ് ഉണ്ട്, മെനിസ്കസ് ലെൻസസ് ഉണ്ട്, അപ്ലാനറ്റിക് ലെൻസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബവ്. നെക്സ്റ്റ് 35 ആണ്. ഡീസെൻറ്ററിങ് ഓഫ് ലെൻസസ് ഈസ് യൂസ്ഫുൾ ഇൻ. എന്താണ്? ഡീസെൻറ്ററിങ് ഓഫ് ലെൻസസ് ഈസ് യൂസ്ഫുൾ ഇൻ അസിമെട്രിക്കൽ ഫേസ്, കറക്ഷൻ ഓഫ് സ്ക്വിൻറ്റ്, ഫോർ നിയർ വർക്ക്. എന്താണ് ക്വസ്റ്റ്യൻ? ഡീസെൻറ്ററിങ് ഓഫ് ലെൻസസ് ആണ്. അപ്പോൾ ഓൾ ഓഫ് ദി അബവ് ആണ് ഇവിടെ കറക്റ്റ് വരുന്നുള്ളത്. Then 36th question. 10L power calculation depends on all except axial length of the eye, anterior chamber depth, keratometry values, corneal thickness. ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സെപ്റ്റ് ആണ്. എക്സെപ്റ്റ് കോർണിയൽ തിക്നെസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ്. 37th question. Indication for use of cycloplegics in refraction include. സൈക്ലോപ്ലജിക്സ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടേന്ന് തോന്നുന്നു അല്ലേ. 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സൈക്ലോപ്ലജിക്സിൻ്റെ. സോ ഇൻഡിക്കേഷൻ ഫോർ യൂസ് ഓഫ് സൈക്ലോപ്ലജിക്സ് ഇൻ റിഫ്രാക്ഷൻ ഇൻക്ലൂഡ് ഇൻ ചിൽഡ്രൻ, ഇൻ കൺവേർജൻറ്റ് സ്ക്വിൻറ്റ്, വിത്ത് സ്പാം ഓഫ് അക്കോമഡേഷൻ. സോ ഓൾ ഓഫ് ദി അബവ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹൈപ്പർമെട്രോപ്പിയ വിച്ച് ഈസ് അൺമാസ്ക്ഡ് ബൈ സൈക്ലോപ്ലജിക്സ് ഈസ് കോൾഡ്. വീണ്ടും സൈക്ലോപ്ലജിക്സ് ആണ്. ദ ഹൈപ്പർമെട്രോപ്പിയ വിച്ച് ഈസ് അൺമാസ്ക്ഡ് ബൈ സൈക്ലോപ്ലജിക്സ് ഈസ് കോൾഡ് ലാറ്റൻറ്റ് ഹൈപ്പർമെട്രോപ്പിയ. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷനകത്തുള്ളതും കൂടി ഒന്ന് നോക്കി വെക്കണേ. അപ്പോൾ ഓപ്ഷൻ ഡി ലാറ്റൻറ്റ് ഹൈപ്പർമെട്രോപ്പിയ ആണ് ഇവിടെ കറക്റ്റ് വന്നത്. 39. ദ അഡ്വാൻറ്റേജസ് ഓഫ് കോണ്ടാക്ട് ലെൻസസ് ഓവർ സ്പെക്ടക്കിൾസ്. അഡ്വാൻറ്റേജസ് ഓഫ് കോണ്ടാക്ട് ലെൻസസ് ഓവർ സ്പെക്ടക്കിൾസ് എന്താണ്? ഗ്രേറ്റർ ഫീൽഡ് ഓഫ് വിഷൻ ഉണ്ട്, കോസ്മെറ്റിക്കലി ആക്സെപ്റ്റബിൾ ഉണ്ട്, അബറേഷൻസ് അസോസിയേറ്റഡ് വിത്ത് സ്പെക്ടക്കിൾസ് എലിമിനേറ്റഡ്. അപ്പോൾ ഏതാണ് കറക്റ്റ് എന്നുള്ളത്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബവ് അല്ലേ. എല്ലാം അഡ്വാൻറ്റേജ് തന്നെയാണ്. കോണ്ടാക്ട് ലെൻസിൻ്റെ ക്വസ്റ്റ്യൻസും നമുക്ക് കഴിഞ്ഞ എക്സാമിൻ്റെ ഇതിലും ഇതുപോലെ തന്നെ അഡ്വാൻറ്റേജ് മറ്റോ കണ്ടിരുന്നു അല്ലേ നമ്മൾ. 40.
ദ ഷോർട്ടസ്റ്റ് ആക്ടിങ് സൈക്ലോപ്ലജിക്, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഇഷ്ടമുള്ള ആളാന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടേന്ന്. സൈക്ലോപ്ലജിക് ആണ് വീണ്ടും വന്നിട്ടുള്ളത്. ഷോർട്ടസ്റ്റ് ആക്ടിങ് സൈക്ലോപ്ലജിക് ഈസ് ഏതാണ്? സൈക്ലോപെൻറ്റോലേറ്റ് ആണ്. 41st ക്വസ്റ്റ്യൻ, ഇമേജ് മാഗ്നിഫിക്കേഷൻ ഈസ് ഡയറക്റ്റ് ഒഫ്താൽമോസ്കോപ്പി. മേ ബി ഇമേജ് മാഗ്നിഫിക്കേഷൻ ഇൻ ഡയറക്റ്റ് ഒഫ്താൽമോസ്കോപ്പി ആയിരിക്കും കേട്ടോ. 41. സോ ആൻസർ ഏതാണ്? 2 times, 5 times, 10 times, 15 times ആണ് ഇവിടെ കറക്റ്റ് വരുന്നുള്ളത്. ഇമേജ് മാഗ്നിഫിക്കേഷൻ 15 times. 42. A concave lens always produces a dash image of the object. കൺഫ്യൂസിങ് ആണല്ലേ. കോൺകേവ് ലെൻസ്, കോൺകേവ് മിറർ, അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസ്, കോൺവെക്സ് മിറർ, അതിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് നിങ്ങൾ പഠിച്ചു നോക്കണേ. ലെൻസും അതുപോലെ തന്നെ മിററും, കോൺകേവ് ലെൻസ്, കോൺകേവ് മിറർ, കോൺവെക്സ് ലെൻസ്, കോൺവെക്സ് മിറർ. ഈസി ആയിട്ട് നമുക്ക് 1 മാർക്ക് അത് പഠിച്ചു വെച്ചാൽ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഇവിടെ ചോദിച്ചത്? കോൺകേവ് ലെൻസ് ഓൾവേസ് പ്രൊഡ്യൂസസ് എ ഡാഷ് ഇമേജ്. കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് വരിക വിർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ആണ്. ഓപ്ഷൻ ബി ആണ്. വിർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ആണ്. 43. ടോട്ടൽ ഡയോപ്റ്ററിക് പവർ ഓഫ് ദി ഐ. ടോട്ടൽ ഡയോപ്റ്ററിക് പവർ ഓഫ് ദി ഐ എന്ന് പറയുന്നത് +58 ഡയോപ്റ്റർ ആണ് അല്ലേ. നെക്സ്റ്റ് 44. അനൈസോകോണിയ ഈസ് ഡ്യൂ ടു. ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ. ഓപ്ഷൻ എ സ്ഫെറിക്കൽ അബറേഷൻ, ഓപ്ഷൻ ബി ക്രോമാറ്റിക് അബറേഷൻ, ഓപ്ഷൻ സി അൺഈക്വൽ സൈസ് ഓഫ് ഒക്യുലാർ ഇമേജസ്, അൺഈക്വൽ ഇമേജ് ക്ലാരിഫൈ. ഇവിടെ ഓപ്ഷൻ സി അല്ലേ കറക്റ്റ് വരുന്നുള്ളത്. അൺഈക്വൽ സൈസ് ഓഫ് ഒക്യുലാർ ഇമേജസ്. ദെൻ 45. ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് റേസ് അറൗണ്ട് ദ അപ്പേച്ചർ ഓഫ് എ പിൻ ഹോൾ ഈസ് ഡ്യൂ ടു ഡിഫ്രാക്ഷൻ ആണല്ലേ. The bending of light rays around the aperture of a pinhole is due to diffraction. Option C കേട്ടോ. So 46th. നമുക്കറിയാം വിസിബിൾ ലൈറ്റിൻ്റെ എത്രയാണ്? 400 to 700 നാനോമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ നിയർ ആയിട്ട് ഏതാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് വരിക. 397 to 723 നാനോമീറ്റർ ആണ് ഏത് വേവ് ലെങ്ത്, വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് നമുക്കറിയുന്ന വാല്യൂവിൻ്റെ നിയർ ബൈ ആയിട്ട് ഏതാണോ വരുന്നത് അതായിരിക്കും കേട്ടോ കറക്റ്റ് വരിക. കറക്റ്റ് വാല്യൂ ഇപ്പോൾ ഇതിനകത്ത് ഇല്ലെങ്കിൽ 300 to 700 ആണ് നമ്മൾ പൊതുവെ പഠിക്കാറുള്ളത് അല്ലേ. പക്ഷെ അത് ഇവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ നിയറസ്റ്റ് വാല്യൂ നോക്കിയിട്ട് എഴുതാം. ഇനി നമ്മൾ 47th ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് മിറർ ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്ലേസ് ഓഫ് ഒബ്ജക്റ്റ് ഈസ്. ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് മിറർ. നേരത്തെ നമ്മൾ ഏതാ പറഞ്ഞത്? കോൺകേവ് ലെൻസ്. ഇവിടെ ഏതായുള്ള? കോൺവെക്സ് മിറർ. വിർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. വിർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. ഫോളോവിങ് ആർ യൂസ്ഡ് ഫോർ നോമൻക്ലേച്ചർ ഓഫ് പ്രിസം. ഫോളോവിങ് ആർ യൂസ്ഡ് ഫോർ നോമൻക്ലേച്ചർ ഓഫ് പ്രിസം. എന്തൊക്കെയാണ്? സെൻട്രാഡ്, പ്രിസം ഡയോപ്റ്റർ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഓൾ ഓഫ് ദി അബവ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരിക. 49. If the object is at infinity in front of a convex lens, an image is formed at the focal point ആയിരിക്കും അല്ലേ. If the object is at infinity in front of a convex lens and image is formed at the focal point. Option C ആണ്. 50. In a Sturm's conoid with vertical meridian more curved than the horizontal meridian, the image formed at the point B is ഏത് ലൈനിലായിരിക്കും? ഓവൽ എലിപ്സ്, ഹൊറിസോണ്ടൽ ലൈന്, വെർട്ടിക്കൽ ലൈന്, സർക്കിൾ. ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ബി. അപ്പോൾ അടുത്ത 50 ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം കേട്ടോ.